നല്ല സിമ്പിളായിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ ചിക്കൻ മാരിനേറ്റ് ചെയ്യാം. അതിനായി ഞാനിവിടെ 500 ഗ്രാം എല്ലോടുകൂടിയ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കൊറിയാണ്ടർ പൗഡർ, 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ അരിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഉപ്പ് ആവശ്യത്തിന്, 1 ടീസ്പൂൺ കോൺഫ്ലവർ, പിന്നെ 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ്. ഇതെല്ലാം ഇട്ടിട്ട് നല്ല പോലെ ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പൊ മിക്സ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് കുറച്ച് വെള്ളം കൂടി വേണം തോന്നുന്നു. വളരെ ഡ്രൈ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, പെട്ടെന്ന് തന്നെ ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഫ്രൈ ചെയ്യാനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒരു മീഡിയം ചൂടാവുന്ന സമയത്ത് നമുക്ക് നമ്മളുടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യത്തെ ഭാഗം ഞാൻ ഏകദേശം ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. 5 മിനിറ്റിന് ശേഷം ഞാൻ ചിക്കനെ മറച്ചിട്ട് വീണ്ടും ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ചിക്കൻ നമുക്ക് പുറം ക്രിസ്പിയും അകം നല്ല ജ്യൂസി ആയിട്ട് കിട്ടണം. അപ്പോൾ ഏകദേശം നമ്മളുടെ ചിക്കനോടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ചിക്കനെ കോരിയിട്ട് ഒരു സൈഡിലേക്ക് നമ്മളുടെ ഒരു സർവിങ് ഡിഷിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ ഇതുപോലെ ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പീസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഓക്കെ, അപ്പോൾ അടുത്തൊരു സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.